മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. വയജിബുൽ ഇസ്തിൻജാഉ ലികുല്ലി ഖാരിജിൻ ഇല്ല റീഹ. വയജിബു നിർബന്ധമാകും, അൽ ഇസ്തിൻജാഉ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്, ലികുല്ലി ഖാരിജിൻ പുറത്തു വരുന്ന എല്ലാത്തിനും ശുദ്ധീകരണം നിർബന്ധമാണ്. മലവും മൂത്രം മാത്രമല്ല അർത്ഥം. ഇരു വഴികളിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും അവിടേക്ക് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. ഇല്ല റീഹ കാറ്റ് ഒഴികെ. കാറ്റല്ലാത്ത, കീഴ്വായു അല്ലാത്ത മറ്റ് എന്ത് വസ്തു രണ്ടാൽ ഒരു വഴിയിലൂടെ പുറത്തേക്ക് വന്നാലും അതിനൊക്കെ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. അഥവാ മൂത്രമൊഴിച്ചാലും കാട്ടിച്ചാലും മാത്രമല്ല എന്നർത്ഥം. അവൻ്റെ ഉള്ളിൽ നിന്ന്, വയറ്റിൽ നിന്ന് അവൻ്റെ മുൻദ്വാരത്തിലൂടെ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും വസ്തു പുറത്തേക്ക് പോന്നാൽ അതിനൊക്കെ ശുദ്ധീകരിക്കൽ നിർബന്ധമാകുന്നു. ഇല്ല റീഹ കാറ്റ് ഒഴികെ. അപ്പൊ കാറ്റ് പോയി, കീഴ്വായു പോയി എങ്കിൽ അതിനവൻ പോയി കഴുകേണ്ട ആവശ്യം ഇല്ല. അതല്ലാതെ എന്തു തന്നെ വന്നാലും ശരി അതിന് അവൻ ശുദ്ധീകരണം നിർബന്ധമാണ്. അവിടെ ചില ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. എന്തുകൊണ്ടതങ്ങനെ വന്നു, എന്താ തെളിവുള്ളത് എന്നാണ്. അതിൽ ഒന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ധാരാളമായി മദിയ് വരുന്ന ആളായിരുന്നു. മദിയ് എന്നാൽ ചെറിയ വികാരമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന ദ്രാവകം, അല്ലെങ്കിൽ ഭാരം വഹിക്കുമ്പോൾ പുറത്തു വരുന്ന ദ്രാവകം, അതിനൊക്കെയാണ് മദിയ് വദിയ്. നമ്മൾ പണ്ടൊക്കെ മനസ്സിൽ പിടിച്ചിട്ടുണ്ടാവും. വദിയ് മദിയ് എന്നീ രണ്ട് സംഗതികൾ അത് നഴ്സായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ധാരാളമായി മദിയ് വരുന്ന ആളായിരുന്നു. അപ്പോൾ നബിയോട് ചോദിക്കാൻ എനിക്കൊരു പ്രയാസം. ഒരു അമ്മോശനും കൂടിയാണല്ലോ, നബിയാണെങ്കിലും അതിന് കൂടെ അമ്മോശനുമാണ്, ഇളപ്പവും തപ്പമക്കളുമാണ്. ഏതായാലും ചോദിച്ചു, കാരണം നിസ്കാരം ശരിയാവണല്ലോ. അപ്പം നബി തങ്ങൾ എന്നോട് പറഞ്ഞു, നീ നിന്റെ ലിംഗം നീ കഴുകുക, എന്നിട്ട് നീ വുളൂ ചെയ്ത് നിസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ കഴുകാൻ പ്രത്യേകമായി പറഞ്ഞു. അപ്പം മൂത്രവും കാട്ടവും വന്നാൽ മാത്രമല്ല കഴുകേണ്ടത് എന്നർത്ഥം. അതല്ലാതെയും ഇപ്പം ലിംഗത്തിലൂടെ എന്തെങ്കിലും ഒരു ദ്രാവകം പുറത്തേക്ക് വന്നു എങ്കിൽ അവൻ കഴുകൽ നിർബന്ധമാണ്. ഇനി അതിന് വരുന്ന ചർച്ചകൾ, ഇനി അങ്ങനെ സാധാരണ വരുന്ന പതിവില്ലാത്ത എന്തെങ്കിലുമൊക്കെ വരുന്നു എന്നാണെങ്കിൽ അവിടെയും ഇതൊക്കെ ബാധകമാകുമോ എന്ന ചർച്ച കൂടി. സാധാരണ പതിവില്ല, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും സംഗതി വിഴുങ്ങി, ഒരു ഒറ്റ രൂപ മുഴുങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് കണ്ട് പുറത്തേക്ക് പോന്നു എങ്കിൽ അയാൾ പോയി കൈക് ശുദ്ധിയാക്കൽ ആവശ്യമുണ്ടോ? അതല്ല, അത് പോയി അവിടെ കഴിഞ്ഞു, ഇനി അത് ശുദ്ധിയാക്കണം എന്ന് പറയണോ? അതിന് നജസായ വസ്തുവല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള വല്ലതും എന്തെങ്കിലുമൊക്കെ സംഗതി അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ വിധി എന്താണ് എന്ന ചർച്ചകളും അവിടെ കാണാൻ സാധിക്കും. അവിടെ പൊതുവായി സ്വീകരിക്കപ്പെട്ട ഒരു നയം എന്ന് വെച്ചാൽ, സാധാരണ വളരെ പതിവില്ലാത്ത സംഗതികളാണെങ്കിൽ, ഇപ്പോൾ ഈ കിതാബ് എഴുതിയ ആളുടെ അധ്യാപന പ്രകാരം അതിനും വേണമെന്ന് വരും. ലിക്കുല്ലി ഖാരിജിൻ എന്നാണ് പറഞ്ഞത്. ലിക്കുല്ലി ഖാരിജിൻ പുറത്തേക്ക് വരുന്ന എല്ലാത്തിനും ശുദ്ധീകരണം നിർബന്ധമാണ്. ഇല്ല റീഹ എന്ന് പറഞ്ഞപ്പോൾ റീഹ് മാത്രമാണ് ഒഴിവാക്കിയത്. റീഹല്ലാത്ത ബാക്കി എന്ത് വന്നാലും ശുദ്ധീകരിച്ചോളണം എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അസ്ലപ്രകാരം മനസ്സിലാവുക. എന്നാൽ റീഹല്ലാത്ത എല്ലാത്തിനും ഉണ്ടോ? ഇല്ല. അപ്പം മനിയ് നജസല്ല. മനിയ് വന്നാൽ കഴുകി ശുദ്ധീകരിക്കൽ നിർബന്ധമില്ല. മനിയ് കുളിക്കുക, അത് വേറെ വിഷയം, അത് വലിയ ശുദ്ധിയാണ് കുളിക്കുക എന്നുള്ളത്. പക്ഷെ മനിയ് നജസാണോ ചോദിച്ചാൽ മനിയ് നജസല്ല. അതുകൊണ്ട് മനിയ് വന്നാൽ കഴുകി വൃത്തിയാക്കുക എന്നത് ആ നജസിൻ്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന ഒന്നല്ല. നിസ്കരിക്കാനോ വേണ്ടി അയാൾ കുളിക്കണം എന്ന് മറ്റു വിഷയം. നിസ്കരിക്കാൻ വേണ്ടി അയാൾ കുളിക്കണം എന്നല്ലാതെ നജസല്ല. ആയിഷ റളിയല്ലാഹു പറഞ്ഞല്ലോ, നബിയുടെ വസ്ത്രത്തിൽ നിന്ന് ഞാൻ നബിയുടെ മനിയ് ഉണങ്ങിയാൽ എൻ്റെ കൈ കൊണ്ട് ചുരണ്ടിക്കളയാറുണ്ട് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. അപ്പം ചുരണ്ടിക്കളഞ്ഞാൽ തന്നെ അത് ശുദ്ധിയാക്കണ വസ്ത്രമില്ലെങ്കിൽ ചുരണ്ടിക്കളഞ്ഞാൽ മതി. അശുദ്ധിയാൽ നജസാണെങ്കിലോ ചുരണ്ടിക്കളഞ്ഞാൽ പോലല്ലോ, അതിൻ്റെ എല്ലാ അസറുകളും ഇല്ലാതായി പോകണം. എന്നാൽ ഞാനെങ്ങനെ ചുരണ്ടിക്കളയാറുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ത്വാഹിറായ വസ്തു വന്നാൽ ശുദ്ധീകരിക്കേണ്ടതുണ്ടോ? ത്വാഹിറായ വസ്തു അങ്ങനെ പുറത്തേക്ക് വന്നാൽ, ഇപ്പം മനിയ് വന്നു, ഹനഫി മദ്ഹബ് അനുസരിച്ച് മനിയ് നജസാണ്. ഹനഫി മദ്ഹബിൽ മാത്രമാണ് മനിയ് നജസായി പറഞ്ഞത്. മറ്റ് മദ്ഹബിലൊന്നും മനിയ് നജസല്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് മദ്ഹബി പക്ഷപാതിത്വം അതിശക്തമായി ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. മദ്ഹബിൻ്റെ പേര് രാജ്യങ്ങൾ രൂപപ്പെടുകയും രാജ്യത്തെ കോടതിയിൽ ഔദ്യോഗികമായ മദ്ഹബുകളായി ചില മദ്ഹബുകൾ പ്രഖ്യാപിക്കപ്പെടുകയും ആ മദ്ഹബിലുള്ളവർക്ക് മാത്രം അവിടെ ജോലി,
ഒരു മാത്രം ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, ഒരു മാത്രമേ ഖാദി ഖത്തീബാകാൻ പറ്റുള്ളൂ, അല്ലാത്തവരൊന്നും അവിടെ പള്ളിക്ക് ഖാദിയാകാൻ പറ്റൂല എന്ന അവസ്ഥയിൽ മദ്ഹബി പക്ഷപാതിത്വം വന്ന ആളുകൾ പിൽക്കാലത്തുണ്ടായിരുന്നു. അപ്പം അന്ന് ഹനഫികൾ ആക്ഷേപിച്ചുകൊണ്ട് ഷാഫികൾ പാട്ടുണ്ടാക്കിയതാണ്. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ മാഇൻ വമിൻ തീനി എന്ന് പറഞ്ഞുകൊണ്ട് പദ്യം വരെ അന്ന് പാടപ്പെട്ടിരുന്നു. ഹനഫികളെ നജസ് കൊണ്ട് സൃഷ്ടിച്ച അല്ലാഹു പരിശുദ്ധനാകുന്നു, ഷാഫികളെ ശുദ്ധമായ വെള്ളം കൊണ്ടും മണ്ണ് കൊണ്ടും അല്ലാഹു പടച്ചിരിക്കുന്നു. കാരണം മണി നജസാണല്ലോ. അപ്പം ഹനഫിയക്ക് മണി നജസായതുകൊണ്ട് അള്ളാഹ് ഹനഫികളെ പഠിച്ചതൊക്കെ നജസ് കൊണ്ടാണ് എന്ന് വരെ ആക്ഷേപിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് പദ്യങ്ങൾ വരെ ആലപിക്കപ്പെട്ടിരുന്നു എന്ന് കാണാൻ കഴിയും. ഏതായാലും നജസല്ല എന്നാണ് പൊതുവെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഹിജ്റ ഒരു 400, 500, 600 കാലഘട്ടങ്ങളൊക്കെ ശക്തമായ അന്ധമായ അനുകരണമുള്ള മദ്ഹബി പക്ഷപാതിത്വം ശക്തമായിട്ടുള്ള മദ്ഹബുകൾക്ക് വേണ്ടി വാദിക്കുന്ന സാഹചര്യം അന്നുണ്ട്. ഒരുപാട് വിവാദങ്ങളും ധാരാളം കക്ഷിത്വങ്ങളും ഒക്കെ ശക്തമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ചില നാടുകളിലൊക്കെ ചില പണ്ഡിതന്മാരെ ഔദ്യോഗിക ഗ്രാൻഡ് മുഫ്തിമാരായി നിയമിച്ചു. അപ്പം പിന്നെ അവരുടെ ശിഷ്യന്മാരും അവരെ വഴി സ്വീകരിച്ചവരുമാണ് പിന്നെ അവിടെ അതിൻ്റെ സഹായികളായി താഴെ വന്നതൊക്കെ. അങ്ങനെ പിന്നെ അവർ കൊണ്ടുവന്ന ചില നിയമങ്ങളായിരുന്നു അതൊക്കെ. അതല്ലാത്തൊന്നും അവിടെ ആ നാട്ടിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മദ്ഹബിൻ്റെ പേരിൽ രാജ്യങ്ങളിൽ മാറിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസരംഗത്ത് വരണ്ട് മുഅ്തസിലിയാക്കൾ, അതേപോലുള്ള ഷിയാക്കൾ, ഖവാരിജൊക്കെ വന്ന പ്രദേശങ്ങൾ അതുമുണ്ട്. മുഅ്തസിലി അല്ലാത്താർക്കും അവിടെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ മുഴുവൻ പീഡിപ്പിച്ചിരുന്ന, ജയിലടച്ചിരുന്ന സാഹചര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ് ഈ അന്ധമായ മദ്ഹബി പക്ഷപാതത്തിനെതിരായിട്ട് ശക്തമായി ബോധവൽക്കരണം നടത്തുകയും തഖ്ലീദ് വേണ്ട എന്ന മദ്ഹബിൻ്റെ പണ്ഡിതന്മാരെ നമുക്ക് സ്വീകരിക്കാം, ഒരു പറഞ്ഞൊക്കെ അംഗീകരിക്കാം, പക്ഷേ അന്ധമായ അനുകരണമല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശരിയായ നിലപാട് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇബ്നു ഖയ്യിം, ഇബ്നു തൈമിയ്യ അടക്കമുള്ള ആ കാലത്ത് പിന്നീട് വന്ന പണ്ഡിതന്മാരാണ് എന്ന് കാണാൻ കഴിയും. കിട്ടില്ല ഛർദ്ദിച്ച കേസാണ് അത്. പിന്നെ ഈ ഇതിലൂടെ വരുന്നില്ല. നമ്മൾ ഇവിടെ പരിശീലിച്ചാൽ മുൻദ്വാരത്തിനും പിന്തുണയും വരുന്നതിനെ പറ്റിയാണ്. അത് പിന്നെ ചർച്ച കൊടുത്ത കീഴ്വായു പോയാൽ കഴുകണമെന്ന് എല്ലാത്തിനും ചർച്ചകളുണ്ട്. ഹനഫിയിൽ മാത്രമല്ല, ഹംബലിയിലടക്കം. ഷാഫിയിലപ്പം തീരെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞത്. ഹംബലി മദ്ഹബിലടക്കം ചില ചർച്ചകൾ ആ വിഷയത്തിൽ വരുന്നുണ്ട്. അതായത് കീഴ്വായു പോകുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ ആ കീഴ്വായു നജസാണോ അല്ലേ എന്ന് ചർച്ച ഉണ്ട്. കീഴ്വായു നജസാണോ അല്ലേ? അപ്പൊ പ്രബലാഭിപ്രായം കീഴ്വായു നജസല്ല എന്നാണ്. എന്നാൽ കീഴ്വായു പോയതിനു ശേഷം നോക്കുമ്പോൾ അവർ തുണിയിൽ ചെറിയ നനവ് കണ്ടു. അപ്പൊ എങ്കിൽ അത് നജസാകുമോ? അപ്പൊ കീഴ്വായു നജസല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ നനവുണ്ടായാലും അത് കഴുകേണ്ട ആവശ്യമില്ല എന്ന് വരും. നജസാണ് എന്ന് വന്നാൽ നനവ് ഇല്ലെങ്കിലും കഴുകണം എന്നും വരും. അപ്പൊ ആ ചർച്ചകൾ മദ്ഹബിലൊക്കെ ഉണ്ട്. കീഴ്വായു എന്നത് നജസിന്റെ ഗണത്തിൽ എണ്ണണമോ വേണ്ടയോ? അപ്പൊ എണ്ണണം എന്ന് പറഞ്ഞവർ കീഴ്വായു പോയാലും വേണം കഴുകി ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. എന്നാൽ പ്രബലമായ അഭിപ്രായം അതല്ല. കാരണം ഹദീസിൽ വന്ന ചില പ്രയോഗങ്ങൾ നമുക്കതിൽ ന്യായം നൽകുന്നുണ്ട്. വുളൂമുള്ള വിഷയങ്ങൾ വരെ പറഞ്ഞപ്പോഴൊക്കെ നബി അവിടെ ആ നിലക്കുള്ള ചില കൽപ്പനകൾ നൽകിയതായി കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. ഏതായാലും സ്വഹീഹ് അഭിപ്രായ പ്രകാരം കീഴ്വായു ത്വാഹിറാണ്, ശുദ്ധിയാണ്, നജസായതല്ല.